പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുബോധ്യം ലഭിക്കുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ കർത്താവ് തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അഥവാ യേശുനാഥൻ തന്നെക്കുറിച്ച് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, മനുഷ്യപുത്രൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്നാൽ യേശുനാഥൻ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് വഴി ഈ ഭൂമിയിലേക്ക് മനുഷ്യർക്ക് വേണ്ടി സഹിക്കുവാനായി കടന്നു വന്നവനാണ് താൻ എന്ന് കർത്താവ് അവരെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. 3 സത്യങ്ങൾ ഇവിടെ നമുക്ക് വായിച്ചെടുക്കുവാനാകും. ഒന്നാമതായി, സഭ നിർമ്മിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലും അറിവിലുമാണ്, നമ്മുടേതല്ല. യേശുനാഥൻ ശിഷ്യന്മാരെ താൻ അവരോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച സത്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു തരത്തിൽ ക്രിസ്തു തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അവരെ ക്ഷണിക്കുകയായിരുന്നു. ഒരു വ്യക്തിയെ ഞാൻ യഥാർത്ഥത്തിൽ തിരിച്ചറിയുകയെന്നാൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പ്രവേശിച്ചവനാണ് എന്നാണ് അർത്ഥം. എന്നാൽ ക്രിസ്തുവിനെ തിരിച്ചറിയുക എന്നാൽ പിതാവായ ദൈവം അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ക്രിസ്തുബോധ്യവും അറിവും നിക്ഷേപിച്ചിരിക്കുന്നു. ഒരു തരത്തിൽ പിതാവായ ദൈവം അവനിൽ കുടികൊള്ളുന്നു എന്നാണ് അർത്ഥം. പത്രോസ്ലീഹ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് ഏറ്റുപറഞ്ഞപ്പോൾ പത്രോസ്ലീഹയോട് കർത്താവ് ഈ ബോധ്യം നൽകുകയാണ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. വെളിപാടുകൾ ഉണ്ടാവുക എന്നതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് വെളിപാടുകൾ എവിടെ നിന്ന് ഉണ്ടായി എന്ന ബോധ്യം. ഒരർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ യേശുനാഥൻ ഇവിടെ പറയുന്നത്, ക്രിസ്തു ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ക്രിസ്തു എവിടെ നിന്നാണ് എന്നുകൂടി നിങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ട് എന്ന സത്യമാണ്. അതിനാൽ സുവിശേഷമൊക്കെയും ആരംഭിക്കുന്നത് യേശുവിൽ നിന്നാണ്, നമ്മളല്ല. അവൻ അനുഗ്രഹത്തിനും അറിവിനും തുടക്കമിടുന്നു. അതുപോലെ സഭ ആരംഭിക്കുന്നതും നിർമ്മിക്കപ്പെട്ടതും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും അറിവിൻ്റെയും ആഴത്തിൽ നിന്നാണ്, നമ്മുടേതല്ല. എന്നിരുന്നാലും ഈ ആഗ്രഹവും അറിവും വാഗ്ദാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ വിശ്വാസം സ്വീകരിക്കുവാനും പ്രഖ്യാപിക്കുവാനും നമ്മൾ ക്ഷണിക്കപ്പെടുന്നു. രണ്ടാമതായി, സഭ ക്രിസ്തു വിശ്വാസ ബോധ്യത്തിൻ്റെ ഒരു വ്യക്തിത്വത്തിൽ, അതായത് വിശുദ്ധ പത്രോസിൽ, ഒപ്പം വിശ്വാസബോധ്യത്തിലും, അതായത് കർത്താവായ യേശു ക്രിസ്തുവിലും ഒരു ആത്മീയ ദൗത്യമായി കെട്ടിപ്പടുത്തപ്പെട്ടിരിക്കുന്നു. 2 കാര്യങ്ങളാണ് ഇവിടെ നാം ചിന്തിക്കേണ്ടത്. സഭ ക്രിസ്തു തിരഞ്ഞെടുത്ത വ്യക്തിയിലൂടെയും ആ വ്യക്തിയിൽ ദൈവം നിക്ഷേപിച്ച വിശ്വാസത്തിലൂടെയും, അതായത് ക്രിസ്തു ബോധ്യത്തിലൂടെയും ആണ് സഭ കെട്ടിപ്പടുത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും എന്ന്. ആദ്യം പത്രോസ് പറയും നീ ക്രിസ്തുവാണ്. രണ്ടാമതായി പത്രോസ് സഭയുടെ പാറയാണെന്ന് യേശുനാഥൻ പറയും. ഇങ്ങനെ വ്യക്തിബോധത്തിലൂടെയും ക്രിസ്തുബോധ്യത്തിലൂടെയുമാണ് സഭ പണിയപ്പെടുന്നത്. മൂന്നാമതായി, ദൈവരാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി അഥവാ വിപുലീകരിക്കുന്നതിന് വേണ്ടിയാണ് പള്ളി പണിതിരിക്കുന്നത്. ഓരോ ദേവാലയവും അതുകൊണ്ട് നമ്മുടെ കൺമുമ്പിലേക്ക് വരുമ്പോൾ നാം കുരിശ് വരയ്ക്കുന്നതും ഓരോ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് നാം കടന്നു ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതും നീ പ്രവേശിക്കേണ്ട ദൈവരാജ്യ സത്യത്തിൻ്റെ അനുഭവം ആണ് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ വിശ്വാസത്താൽ നീ തന്നെ പണിയേണ്ട ഒരു ദേവാലയത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ദേവാലയവും. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിത്വത്തിൽ ദൈവം നൽകിയിട്ടുള്ള സർവ്വ അനുഗ്രഹത്തിലൂടെയും നമ്മിലുള്ള ക്രിസ്തു വിശ്വാസമാകുന്ന ക്രിസ്തു സാന്നിധ്യത്തെ, ദൈവ സാന്നിധ്യത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.